കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ശിഷ്യന്മാരോട് അരുൾ ചെയ്ത്, പ്രാർത്ഥിക്കുമ്പോൾ വിജാതീയരെ പോലെ നിങ്ങൾ അധിഭാഷണം ചെയ്യരുത്. അധിഭാഷണം വഴി തങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് അവർ കരുതുന്നു. നിങ്ങൾ അവരെ പോലെ ആകരുത്. നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു. നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുകയില്ലെങ്കിൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് നിങ്ങളുടെ തെറ്റുകളും ക്ഷമിക്കുകയില്ല. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. വിശ്വമിശിഹായിലേറെ സ്നേഹിക്കപ്പെടുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മൾ വായിച്ചു കേട്ട വചനഭാഗം, ഒന്നാമത്തെ വായനയിൽ ദൈവവചനത്തിൻ്റെ ഒരു വലിയ സവിശേഷതയാണ് നമ്മൾ കാണുക. മഴയും മഞ്ഞും ആകാശത്തു നിന്ന് വരുന്നത് പോലെ കർത്താവിൻ്റെ വചനവും അതുപോലെ തന്നെയാണ്. അത് ഫലം നൽകാതെ തിരികെ പോകുന്നില്ല. അത് വചനം പഠിപ്പിക്കുന്നൊരു കാര്യം. അതായത് ദൈവത്തിൻ്റെ വചനം അത് വിജയപ്രദമാക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ഒരു വലിയ കർത്തവ്യമാണ്. നമ്മുടെയൊക്കെയോ വലിയ ഉത്തരവാദിത്തമാണ് ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് വചനാനുസൃതമായി ജീവിക്കുക എന്നുള്ളത്. കാരണം അപ്രകാരം ജീവിക്കുമ്പോഴാണ് ഫലം ദൈവവചനത്തിൻ്റെ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറയുന്നത്. ഇന്ന് വായിച്ചു കേട്ട ഒന്നാം സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് ഇതിൻ്റെ തുടർച്ചയാണ്. അതായത് വചനത്തിലൂടെ ദൈവജനത്തെ പഠിപ്പിക്കുന്ന ഈശോ എപ്രകാരമായിരിക്കണം നമ്മുടെ പ്രാർത്ഥനയെന്നും എങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതെന്നും അതുപോലെ എന്ത് വിഷയമാണ് നമ്മൾ പ്രാർത്ഥനയിൽ കൊണ്ടുവരേണ്ടതെന്നുള്ളത് കൃത്യമായിട്ടും ഈശോ പഠിപ്പിക്കുന്നുണ്ട്. ഈശോയുടെ പരസ്യ ജീവിതകാലത്ത് ഈശോ പഠിപ്പിച്ചിട്ടുണ്ടാകാവുന്ന ഏക പ്രാർത്ഥന എന്ന് പറയുന്നത് ഈ ഒരു വളരെ മനോഹരമായ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥനയാണ്. നമ്മൾ ചെറുപ്പം മുതലേ, ക്രിസ്ത്യാനിയായ സമയം മുതൽ ചെറുപ്പം മുതൽ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനയാണ്. ഒത്തിരിയേറെ വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ ഈ ഒരു പ്രാർത്ഥന അവർ ഇതിൻ്റെ ആഴവും അർത്ഥവും വ്യാപ്തിയും ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവർ മണിക്കൂറുകളോളം എടുത്താണ് ഈ പ്രാർത്ഥന ചൊല്ലിയത്. കാരണം അത്രമാത്രം ആഴമായ ഒരു വലിയ ശക്തിയുള്ളൊരു പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന. ആവർത്തിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി കർത്താവ് തന്നൊരു കാര്യമല്ല, മറിച്ച് അതിനേക്കാൾ ഉപരിയായിട്ട് സ്വർഗീയ പിതാവുമായിട്ടുള്ള ആഴമായ ബന്ധത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ദൈവത്തോട് നടത്തുന്ന വലിയ സംഭാഷണത്തിൻ്റെ പേരാണ് പ്രാർത്ഥന. അപ്പോൾ അതാണ് ദൈവം ഏറ്റവും കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കുക. ഈശോ പറയുന്ന കാര്യമാണ്, നിങ്ങൾ അധിഭാഷണം നടത്തി പ്രാർത്ഥിക്കുന്നു എന്നുള്ള ഒരു കാര്യം വരുത്തി തീർക്കേണ്ട കാര്യമില്ല. ഫരിസേയരെ പോലെയോ നിയമജ്ഞരെ പോലെയോ അധിഭാഷണത്തിലൂടെയല്ല, മറിച്ച് ഒരു വലിയ ആത്മീയ ബന്ധത്തിലാണ് നിങ്ങളുടെ പ്രാർത്ഥന രൂപം കൊള്ളേണ്ടത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ഒരു പ്രാർത്ഥനയിൽ ഈ ഒരു മനോഭാവമുണ്ട്. അതായത് ഒരു ദൈവവുമായിട്ടുള്ള ആഴമായ ബന്ധത്തിൽ നിന്നുകൊണ്ടാണോ ഞാൻ എൻ്റെ പ്രാർത്ഥനകൾ നടത്തുക. നമ്മുടെയൊക്കെ പ്രാർത്ഥനകളെ പരിശോധിച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ മുമ്പിൽ കുറേ ആവശ്യങ്ങൾ നിരത്തി വെക്കുന്നതായിട്ട് പലപ്പോഴും തോന്നിപ്പോകും. അല്ലെങ്കിൽ ദൈവത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് പിതാവിൻ്റെ സന്നിധിയിൽ പിതാവിൻ്റെ ആ ഒരു വലിയ സ്നേഹം മനസ്സിലാക്കി പിതാവിനെ മഹത്വപ്പെടുത്തി ജീവിക്കുന്നതാണ് പ്രാർത്ഥന. ഈശോയുടെ പരസ്യ ജീവിതകാലം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഈശോ. ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് ഈശോ പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാരോട് ഈശോയോട് ചോദിക്കുകയാണ്, ഈശോയെ നീ പ്രാർത്ഥിക്കുന്നത് പോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നു. അത് അത്രമാത്രം മറ്റുള്ളവരെ തൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് ആകർഷിക്കുന്ന ഒന്നായിരുന്നു ഈശോയുടെ ജീവിതം. പ്രിയപ്പെട്ടവർ, അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കണം. അതായത് നിങ്ങൾ മറ്റുള്ളവർ പ്രാർത്ഥിക്കുന്നത് പോലെ നോക്കിക്കണ്ട് പ്രാർത്ഥിക്കണമല്ല, നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള പ്രാർത്ഥന അവരെ പഠിപ്പിക്കുന്നുണ്ട്. അതിലൂടെ ഏറ്റവും ശക്തമായിട്ട് ഈശോ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഈശോയുടെ ജീവിതത്തിൽ
നിലനിന്നിരുന്ന ആ ഒരു വലിയ ബോധ്യം അത് പ്രാർത്ഥനയായിട്ട് തൻ്റെ ശിഷ്യന്മാർക്ക് കൈമാറുന്ന ഈശോ എപ്പോഴും പ്രാർത്ഥിച്ചിരുന്നു. എന്തുമാത്രം തിരക്കായിരുന്നെങ്കിലും ഈശോയുടെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമെന്ന് പറയുന്നത് തൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ കൂടെയായിരിക്കുക എന്നുള്ളതാണ്. സ്വർഗീയ പിതാവിൻ്റെ കൂടെ ഇരിക്കുന്നത് അത് ഒരു വലിയ എനർജി ആയിരുന്നു, വലിയ ശക്തിയായിരുന്നു, വലിയ ബലമായിരുന്നു എന്ന് ഈശോ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, നിങ്ങളറിയാത്തൊരു ഭക്ഷണം എനിക്കുണ്ട്, എൻ്റെ പിതാവിൻ്റെ ഹിതം നിറവേറ്റും. അതുകൊണ്ട് പിതാവിനോട് കൂടെ ആയിരിക്കുക എന്ന് പറയുന്നത്, പിതാവിനോട് കൂടെ ആയിരുന്നു കൊണ്ട് തൻ്റെ ജീവിതത്തിൻ്റെ ഒരുമാതിരിപ്പെട്ട എല്ലാ മുഖ്യമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പും പ്രാർത്ഥിക്കുന്ന ഈശോയെ കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, ഈശോ മിശിഹായിലൂടെ നമുക്ക് കിട്ടിയ ഒരു വലിയ സൗഭാഗ്യമാണ് സ്വർഗീയ പിതാവിനെ അബ്ബാ പിതാവ് എന്ന് നമുക്ക് വിളിക്കാനായിട്ട് കിട്ടിയ ആ ഒരു വലിയ സൗഭാഗ്യം. അതായത് ദൈവ മക്കളുടെ പദവിയിലേക്ക് നമ്മളെ ഉയർത്തിക്കൊണ്ട് ആ ഒരു അവകാശം നിന്നുകൊണ്ടാണ്, ആ ഒരു ബന്ധത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥന ചെല്ലുക. അവിടെ പിതാവിനെ അബ്ബാ പിതാവ് എന്ന് വിളിക്കുമ്പോൾ നമ്മൾ പറയാം നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം ഈശോ പ്രാർത്ഥിച്ചതുപോലെ തന്നെയുള്ളൊരു വലിയ ലക്ഷ്യമാണ് ഇവിടെ. അതായത് പിതാവേ, എൻ്റെ ഹിതമല്ല നിൻ്റെ ഹിതം നിറവേറണം, എൻ്റെ ഹിതമല്ല നിൻ്റെ ഹിതം നിറവേറണം. എനിക്ക് ആഗ്രഹം വേറെയൊക്കെയാണ്. ഇവൻ കുരിശിൽ കയറാനായിട്ട് അല്ലെങ്കിൽ കുരിശിലേക്ക് കൊണ്ടുപോകുന്ന സമയത്തും അല്ലെങ്കിൽ അവിടെയൊക്കെ പ്രാർത്ഥിക്കുന്ന ഈശോയുടെയൊക്കെ മനോഭാവം നമ്മൾ ശ്രദ്ധിച്ച് അതിൽ നിന്നൊക്കെ മാറിപ്പോകാനായിട്ടുള്ള സാധ്യതകളും ആഗ്രഹങ്ങളും ഒക്കെ പ്രേരണകളും ഒക്കെ ഉള്ളിലുണ്ടെങ്കിലും അവിടെയൊക്കെ ഈശോ പറയുന്നത്, പിതാവേ, എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറണം. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മനോഭാവം എന്ന് പറയുന്നത് എൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ എനിക്ക് കിട്ടുക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം എന്നിലൂടെ നിറവേറണം, അത് പിതാവിൻ്റെ ഇഷ്ടം എന്നിൽ നിറവേറണം. അതായിരുന്നു പ്രാർത്ഥന. അങ്ങനെ അപ്രകാരം പ്രാർത്ഥിക്കണമെന്ന് ഈശോ പഠിപ്പിക്കുകയാണ്. അതായത് ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകാനും ദൈവത്തിൻ്റെ ഹിതം ഭൂമിയിൽ നിറവേറുന്നതിനും നമ്മൾ അതിന് തീരുമാനമെടുത്ത് നമ്മുടെ ജീവിതത്തെ മാറ്റുന്നവരായി നമ്മുടെ ജീവിതങ്ങൾ മാറണമെന്ന് ഈശോ പഠിപ്പിക്കുന്നുണ്ട്. വീണ്ടും ഈശോ പഠിപ്പിക്കുന്നുണ്ട്, അതായത് നമ്മുടെ ഓരോ ദിവസത്തേക്കും വേണ്ട അപ്പം നമുക്ക് കിട്ടണം. ഒത്തിരിയേറെ ശിഷ്യന്മാർ ഈശോയെ അനുഗമിച്ചിരുന്നത് അവൻ അപ്പം വർദ്ധിപ്പിച്ചു കിട്ടും എന്നുള്ള ഒരു വലിയ തെറ്റിദ്ധാരണയിലൊക്കെ ആയിരുന്നു. പക്ഷേ ഈശോ പറഞ്ഞ അത് അന്നത്തെ ദിവസത്തേക്ക് വേണ്ട അപ്പം നമുക്ക് ലഭിക്കണം. വീണ്ടും അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെയൊക്കെ ആന്തരിക വിശുദ്ധീകരണത്തിനും ഈശോ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പ്രാർത്ഥനയിൽ ഈശോ പഠിപ്പിക്കുന്ന കാര്യം ഇതാണ്, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കാനും കൃപ തരണം. നമുക്ക് ക്ഷമിക്കാനും സാധിക്കണം. നമ്മുടെയൊക്കെ ജീവിതങ്ങളെ പരിശോധിച്ച് കഴിഞ്ഞാൽ അത്ര എളുപ്പത്തിലൊന്നും ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ക്ഷമിക്കാൻ പറ്റത്തില്ല. ചില ആൾക്കാർ പറയാറുണ്ട്, എന്ത് ചെയ്താലും എനിക്കത് ക്ഷമിക്കാൻ പറ്റുന്നില്ല, അത് ഓർക്കുമ്പോൾ തന്നെ എൻ്റെ ശരീരത്തിൽ തന്നെ ഒത്തിരിയേറെ മാറ്റങ്ങൾ ഉണ്ടാകുക, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, അതുകൊണ്ട് ക്ഷമിക്കാൻ പോലും പറ്റുന്നില്ല. അതായത് പ്രാർത്ഥിക്കുന്നവൻ്റെ ജീവിതത്തിൽ അവൻ്റെ ശാരീരിക ഘടനയിൽ പോലും മാറ്റങ്ങൾ കൊണ്ടുവരണമെന്നുള്ളത് ഈ പ്രാർത്ഥന നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതായത് ക്ഷമിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. അതുകൊണ്ട് എൻ്റെ ശരീരത്തെയും എൻ്റെ മനസ്സിനെയും ദൈവത്തിൻ്റെ ആഗ്രഹം അനുസരിച്ച് പാകപ്പെടുത്തി എടുക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം എന്നുള്ളതും ഈ പ്രാർത്ഥനയിലൂടെ ഈശോ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ഒരു വലിയ പ്രാർത്ഥന ഈശോ പഠിപ്പിച്ച മനോഹരമായ വിശിഷ്ടമായ പ്രാർത്ഥന നമ്മൾ ഓരോ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് വലിയ സ്വർഗീയ പിതാവുമായിട്ടുള്ള ആഴമായ ബന്ധത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥന ചെല്ലാനായിട്ടുള്ളൊരു പരിശ്രമം നമുക്ക് നടത്താം. ഈ പ്രാർത്ഥനയുടെ അർത്ഥവും ആഴവും വ്യാപ്തിയും ഒക്കെ ഗ്രഹിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുന്നവരായി, ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുന്നവരായി, ആത്മീയ ജീവിതത്തിൽ സ്വയം വിശുദ്ധീകരിച്ച് ദൈവത്തിൻ്റെ ആ ഒരു പരിശുദ്ധിയോട് ചേരുന്നവരായി മാറുവാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സർവശക്തനായ ദൈവം നമുക്ക് നൽകട്ടെ. ആമേൻ.